അങ്ങനെ മൺസൂൺ യാത്രകൾ അവസാനിക്കുന്നതിൽ അരീക്കൽ വെള്ളച്ചാട്ടത്തിലാണ്. നമ്മൾ അരീക്കൽ വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്രയാണ്. 20 രൂപ ടിക്കറ്റ് എടുത്ത് നമ്മൾ ഈ വലിയ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് പോകണം കേട്ടോ. സ്റ്റെപ്പുകൾ ഇറങ്ങാൻ വളരെ എളുപ്പമാണെങ്കിലും തിരിച്ചു കയറാനാണല്ലോ പാട്. അപ്പോൾ അങ്ങോട്ട് നല്ല സന്തോഷത്തിൽ നമുക്ക് ഇറങ്ങാം. സാധാരണ അരീക്കൽ വെള്ളച്ചാട്ടത്തിൽ ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങിപ്പോയാൽ കുളിക്കാനൊക്കെ സാധിക്കുന്നതാണ്. പക്ഷേ ഇന്നത്തെ അവസ്ഥ കുളിക്കാൻ സാധിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നല്ല അടിപൊളി സ്റ്റെപ്പുകളാണ്, നല്ല കല്ല് പാവിയ സ്റ്റെപ്പുകൾ. അതിലേക്കൂടെ ഒരുപാട് പേർ കഷ്ടപ്പെട്ട് നടന്നിറങ്ങുന്നുണ്ട്. നല്ല മഴയുള്ള സമയമാണ് കേട്ടോ. മഴയൊക്കെ ഇങ്ങനെ നല്ലതായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷികളുടെ കളകളാരവും ഒക്കെ ആയിട്ട് നമുക്കിങ്ങനെ ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. വളരെ മനോഹരമായ സ്ഥലം. അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഗ്രീൻ പ്രോട്ടോക്കോൾ എന്തൊക്കെയാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ വായിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ഓരോ സ്ഥലത്തേക്കും പോകാൻ. അതിന് പിഴയൊക്കെ ഉണ്ട് കേട്ടോ. നിയമപരമായ മുന്നറിയിപ്പാണ്. ഇല്ലെങ്കിൽ ശരിയാക്കിയില്ലെങ്കിൽ പിഴയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതൊക്കെ നോക്കി മുന്നോട്ട് പോകാം. അങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ അത് ആ ദൂരെ നിന്ന് നമുക്ക് നമ്മുടെ വെള്ളച്ചാട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കാണ് നമ്മുടെ ഇപ്പോഴത്തെ യാത്ര. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് തന്നെ പോയി നമുക്ക് കാണണമല്ലോ വെള്ളച്ചാട്ടം. അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിന്ന് നോക്കുമ്പോൾ വെള്ളച്ചാട്ടം ഇങ്ങനെ ഒരുപാട് ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ പതിക്കുകയാണ്. വളരെ മനോഹരമായിട്ട് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. മുകളിൽ നിന്ന് ഒരു പാറക്കെട്ടുകളിലേക്ക് വീണ് അവിടെ നിന്ന് താഴേക്ക് വീഴുന്ന അടുത്ത കാഴ്ച. നമ്മൾ ഈ കാണുന്ന സ്ഥലത്ത് ഇറങ്ങി കുളിക്കാനൊക്കെ സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഇവിടെ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. സേഫായിട്ട് കുളിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. വെള്ളം കുറഞ്ഞുള്ള സമയത്ത് അല്ലെങ്കിൽ മഴയില്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഇറങ്ങി കുളിക്കാൻ സാധിക്കുന്ന ഒരു മനോഹരമായ വെള്ളച്ചാട്ടമാണ് അരീക്കൽ വെള്ളച്ചാട്ടം. പാൽ പോലെ പതഞ്ഞ് പുക പോലെ ഇങ്ങനെ ഓടുന്ന വെള്ളച്ചാട്ടം അല്ലേ. ഉയരങ്ങളിൽ നിന്നാണ് വെള്ളം ഇങ്ങനെ താഴേക്ക് വീഴുന്നതല്ലേ. അത് കാണുമ്പോൾ തന്നെ ഒരു മനോഹാരിതയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് മരങ്ങളും ചെടികളും ഒക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് ഒരു രസമുള്ളൊരു കാഴ്ചയാണ്. എപ്പോഴും ഇത്രയും വലിയ വെള്ളച്ചാട്ടം അല്ലാത്തത് കൊണ്ടാണ് ഈ ചെടികളൊക്കെ എപ്പോഴും ഇവിടെ ഇങ്ങനെ അതുപോലെ നിൽക്കുന്നത്. ഇപ്പം അകത്തോട്ട് കയറി പോകാൻ പറ്റില്ല. പിന്നെ നമുക്ക് താഴെ പോയി കുറച്ചുകൂടെ നോക്കാൻ സാധിക്കുമല്ലോ. പോകുന്ന വഴിക്കൊക്കെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇത് പകുതിക്ക് വെച്ചുള്ള കാഴ്ചയാണ്. ഇനി താഴെ പോകുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ കാഴ്ച. ഈ കണ്ടോ, ഈ ഒരു മരത്തിൻ്റെ സൈഡിലായിട്ട് നിൽക്കുന്ന ഈ വെള്ളച്ചാട്ടം, ഈ മരം രസമുണ്ടല്ലേ. ഭയങ്കര രസമുള്ള ഒരു കാഴ്ചയാണേ. നമ്മുടെ ആ പാറക്കെട്ടുകളുടെ ഇടയിലൂടെ ആ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാൻ തന്നെ അല്ലേ. ഇതിൻ്റെ നേരെയുള്ള സൈഡിൽ ഒരു പാലം ഉണ്ടായതുകൊണ്ട് ആ പാലത്ത് വന്ന് നിൽക്കുമ്പോഴാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ യഥാർത്ഥ ഒരു രൗദ്രഭാവം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങ് ഒഴുകി വരുന്ന വെള്ളച്ചാട്ടം, രൗദ്രമായി ഒഴുകുന്ന വെള്ളച്ചാട്ടമാണ് കേട്ടോ. ഇച്ചിരി പതുക്കെ ഒന്നല്ല ഒഴുകുന്ന, അത്ര രൗദ്രമായി ഒഴുകി വരികയാണ് വെള്ളച്ചാട്ടം. നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതാണ്. ആ മരത്തിൻ്റെ ഇടയിലൂടെയും ആ ഒരു ചെടിയുടെ ഇടയിലൂടെയൊക്കെ ഒഴുകി വരുന്ന ആ അത്ര കഷ്ടപ്പെട്ട് അത്ര കിടിച്ചു കുത്തി പെയ്യുന്ന വെള്ളച്ചാട്ടം അല്ലേ. അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. മൺസൂൺ കാലങ്ങളിൽ ഇങ്ങനെയാണെങ്കിലും അല്ലാത്ത സമയങ്ങളിൽ വെള്ളച്ചാട്ടം വളരെ പതുക്കെയാണ് ഒഴുകുന്നത് കേട്ടോ. ആ വെള്ളച്ചാട്ടമാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ കാണേണ്ടതും നിങ്ങൾക്ക് സന്തോഷവും സംതൃപ്തിയും മനസ്സിലാക്കേണ്ടതും കേട്ടോ. ആ വെള്ളച്ചാട്ടം എപ്പം കാണാൻ സാധിക്കും? മുകളിൽ അവർ 20 രൂപ മേടിക്കുന്നത് കൊണ്ട് താഴെ വരുമ്പോൾ നമുക്ക് ബാത്റൂമുണ്ട്, അങ്ങനെയുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അത് കൊള്ളാം. പിന്നെ വെള്ളച്ചാട്ടത്തെ ആ ഒരു സൈഡിൽ നിന്ന് കാണുമ്പോഴാണ് ഏറ്റവും അതിൻ്റെ ഒരു രൗദ്രഭാവവും അതിൻ്റെ ഒരു മനോഹാരിത നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിൽക്കുന്ന പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത് കാണാം. വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളമാണല്ലോ അല്ലേ. അങ്ങനെ ആ ഒരു വെള്ളച്ചാട്ടം അല്ലേ, എത്ര മനോഹരമാണ്, സുന്ദരമാണ്. ഈ വെള്ളച്ചാട്ടം രൗദ്രമല്ലാത്ത ഒരു സമയത്ത് നമുക്കൊന്ന് പോയി നോക്കണ്ടേ? അതെ, നമുക്കൊന്ന് പോയി നോക്കണം. നമുക്കതിന് വേണ്ടിയിട്ട് ഒരു യാത്ര ചെയ്യാം. അങ്ങനെ നമുക്ക് വെള്ളച്ചാട്ടത്തിൽ വെള്ളം അത്ര രൗദ്രമല്ലാത്ത ഈ വെള്ളച്ചാട്ടമാണ് കാണാൻ അത്ര എഫക്റ്റ് അല്ലേ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ എന്തായിരിക്കും? ഇവിടെ കുളിക്കാൻ ഇപ്പോൾ അവസരമില്ല. കുളിക്കാനുള്ള അവസരം എന്തായിരിക്കും? അതൊക്കെ നോക്കി ഒന്ന് കുളിക്കാനുള്ള പോക്ക് പോകാം കേട്ടോ. അങ്ങനെ നമ്മളിവിടെ വന്നപ്പോൾ അതാ വിനയ് ഫോർട്ട് കുഞ്ഞുമായിട്ട് നിന്ന് കുളിക്കുന്നു. അധികം വിനയ് ഫോർട്ടിനെ ശല്യപ്പെടുത്തണ്ട, ഞാൻ മേളിലോട്ട് നോക്കട്ടെ. അങ്ങനെ നമ്മൾ ആ മനോഹരമായ വെള്ളച്ചാട്ടം, ഇപ്പോൾ കുളിക്കാനൊക്കെ അവസരമുള്ള സമയമാണ്. കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ മനോഹരമായിട്ട് കുളിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. പഴയതുപോലെ അങ്ങനെ ഇടിച്ചു കുത്തി പെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ നമ്മുടെ ദേഹത്ത് വെള്ളം വീണ് ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നതല്ലേ.
ഇതുപോലെ വെള്ളം വീഴണമോ മറ്റേതുപോലെ വെള്ളം വീഴണോ? ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെള്ളച്ചാട്ടം? ഏത് വെള്ളച്ചാട്ടം വീഴുമ്പോഴാണ് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്നത്? അതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. നമ്മുടെ സന്തോഷം എവിടെ കിട്ടുന്നു എന്നനുസരിച്ച് വേണമല്ലോ നമുക്ക് ഓരോ വെള്ളച്ചാട്ടത്തിലും പോകാൻ. അങ്ങനെ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ രൗദ്രഭാവവും സന്തോഷമൊക്കെ കണ്ടിട്ട് പോകാം. അപ്പോൾ ഈ വെള്ളച്ചാട്ടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സീ യു അഗെയിൻ, ബൈ.